രാജ്യത്ത് ക്രൈസ്തവർക്കെതിരായ അതിക്രമങ്ങൾ കുത്തനെ കൂടുന്നതായി യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം റിപ്പോർട്ട് പുറത്തുവരികയുണ്ടായി. 2014 127 പരാതികളായിരുന്നു പ്രധാനമായും ലഭിച്ചിരുന്നത്. എന്നാൽ ഈ വർഷം മാത്രം 745 അതിക്രമങ്ങൾ UCF ഹെൽപ്പ് ലൈനിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായി സംഘടന അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. മണിപ്പൂർ കലാപം കൂടാതെയുള്ള കണക്കുകളാണിവ. മണിപ്പൂരിൽ ഒരു വർഷത്തിനിടെ 200-ലധികം ക്രൈസ്തവ ദേവാലയങ്ങൾ തകർക്കപ്പെട്ടതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. രാജ്യത്തെ 28-ൽ 23 സംസ്ഥാനങ്ങളിലും ക്രൈസ്തവർക്കെതിരായ ആക്രമണങ്ങൾ റിപ്പോർട്ട് വലിയ തോതിൽ ചെയ്തിട്ടുണ്ട്. ഉത്തർപ്രദേശിലാണ് ഏറ്റവും അധികം പരാതികൾ വന്നിട്ടുള്ളത്. 182 ആക്രമണങ്ങളാണ് ക്രിസ്ത്യൻ വിഭാഗത്തിനെതിരെ ഉണ്ടായിട്ടുള്ളത്. രണ്ടാം സ്ഥാനത്തുള്ള ഛത്തീസ്ഗഡിൽ 163 ആക്രമണ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പലപ്പോഴും ക്രൈസ്തവർക്കെതിരെയുള്ള ആക്രമണങ്ങളിൽ പോലീസ് അക്രമികൾ ഒത്താശ ചെയ്യുന്നതായി പീപ്പിൾസ് യൂണിയൻ ഫോർ സിവിൽ ലിബർട്ടീസ് നേരത്തെ തന്നെ റിപ്പോർട്ട് പുറത്തുവിടുകയുണ്ടായി. ക്രൈസ്തവർക്കെതിരായ സംഘടിത ആക്രമണങ്ങളിൽ നടപടി ആവശ്യപ്പെടുന്ന ഹർജിയിൽ സുപ്രീംകോടതി 2022-ൽ പ്രാഥമിക വാദം കേട്ടിരുന്നു. എന്നാൽ പിന്നീട് ഹിയറിംഗ് നടന്നില്ല. ക്രൈസ്തവരുടെ ഭരണഘടനാപരമായ അവകാശങ്ങൾ കവർന്നെടുക്കുന്നതിലും UCF ആശങ്ക വെളിപ്പെടുത്തിയിട്ടുണ്ട്. ക്രൈസ്തവ സമൂഹത്തിന് പാർലമെന്റിലും നിയമസഭകളിലും പ്രാതിനിധ്യം ഉറപ്പിച്ചിരുന്ന ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികൾക്കായുള്ള സംവരണം നിർത്തലാക്കുകയും ചെയ്തു. രാജ്യത്ത് 12 സംസ്ഥാനങ്ങൾ രാഷ്ട്രീയ പ്രേരിതമായ മതപരിവർത്തന നിരോധന നിയമം ആവിഷ്കരിക്കുകയും ചെയ്തിട്ടുണ്ട്. UPക്ക് സമാനമായ നടപടികൾ ഉൾപ്പെടുത്തി UP സർക്കാർ കൊണ്ടുവന്ന ഭേദഗതി ബിൽ മതസ്വാതന്ത്ര്യം ഉറപ്പാക്കുന്ന ഭരണഘടനാ അനുച്ഛേദനം 25-ന് എതിരാണെന്ന് സുപ്രീംകോടതി നിരീക്ഷിക്കുകയും ചെയ്തിരുന്നു. കൂടാതെ ദേശീയ ന്യൂനപക്ഷ കമ്മീഷനും ന്യൂനപക്ഷ വിദ്യാഭ്യാസ കമ്മീഷനിലും കഴിഞ്ഞ 5 വർഷത്തോളമായി ക്രൈസ്തവ വിഭാഗത്തിന് പ്രതിനിധിയില്ല. ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുണ്ടാകുന്ന ആക്രമണങ്ങൾക്ക് നേരെ കേന്ദ്രം കണ്ണടയ്ക്കരുതെന്നും യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം ആവശ്യപ്പെടുകയുണ്ടായി. BJP ഭരിക്കുന്ന മധ്യപ്രദേശിൽ സ്കൂളുകളിൽ ക്രിസ്തുമസ് ആഘോഷങ്ങൾക്കും നിയന്ത്രണങ്ങളും വിലക്കുകളും ഏർപ്പെടുത്തി വിദ്യാഭ്യാസ വകുപ്പ് കഴിഞ്ഞ ദിവസം ഉത്തരവ് പ്രഖ്യാപിച്ചിരുന്നു. ക്രിസ്തുമസ് ആഘോഷങ്ങളുടെ ഭാഗമായി കുട്ടികൾക്ക് സാന്റാക്ലോസ്, കന്യാമറിയം, ജോസഫ്, ആട്ടിടയന്മാർ തുടങ്ങിയ വേഷങ്ങൾ ധരിക്കുന്നതിനും മാതാപിതാക്കളുടെ മുൻകൂർ അനുമതി വാങ്ങണമെന്നാണ് വിദ്യാഭ്യാസ വകുപ്പും ബാലാവകാശ കമ്മീഷനും പുറത്തുവിട്ടിരിക്കുന്ന ഉത്തരവ്. BJP ഭരിക്കുന്ന ഉത്തർപ്രദേശ്, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, ഹരിയാന തുടങ്ങിയ സംസ്ഥാനങ്ങളിലും ക്രിസ്ത്യാനികൾക്കും അവരുടെ സ്ഥാപനങ്ങൾക്കുമെതിരെ ഹിന്ദുത്വ ശക്തികളിൽ നിന്ന് ആക്രമണങ്ങളും വിവേചനങ്ങളും നേരിടേണ്ടി വരികയും ചെയ്യുന്നുണ്ട്.